എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. നമ്മൾ വണ്ടി ഇപ്പോൾ ഇത് ഇവിടെ ടെമ്പററി ആയിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്, കണ്ടില്ലേ? ഈ ഒരു റോഡിലൂടെ നമുക്ക് ലെഫ്റ്റ് ചേർത്ത് താഴത്തേക്ക് പോകണം. ഇത് വലിയൊരു ഇറക്കമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ ഡ്രൈവ് ചെയ്യണം, അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇറക്കം വരുമ്പോൾ പല ആളുകളും ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ഓടിക്കുന്നതാണ് കാണാറുള്ളത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇറക്കത്തിലൂടെ ക്ലച്ച് ചവിട്ടി ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയാണ് താഴത്തേക്ക് പോകുന്നത്, കയറ്റം കയറി വരുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ വണ്ടികൾ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇതാ ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ജസ്റ്റ് പാർക്ക് ചെയ്താണ്. നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ വണ്ടിക്കകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ ആക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ആക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പതിയെ ബ്രേക്കിൽ നിന്ന് കാല് വിടുന്നു. അപ്പോൾ ഇതാ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നോക്കി നിങ്ങൾ, ഇതാ ഞാൻ ഇനി ക്ലച്ചിൽ നിന്ന് ഫുള്ളായിട്ട് കാലെടുത്തു. നോക്കിയേ, ഇപ്പോൾ ഇതാ ബ്രേക്ക് മാത്രമാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗിയറിലാണ് ഉള്ളത്. ഇവിടുന്ന് ഞാൻ ഇതാ ഫുള്ളായിട്ട് ടേൺ ചെയ്യുന്നു. നോക്കുമോ നിങ്ങൾ, വണ്ടി നിർത്തുന്നില്ല. ഒരു മിനിമം സ്പീഡിൽ ഇതാ വണ്ടി ടേൺ ചെയ്തു. ഇങ്ങനെ വന്നു. നോക്കിയേ, ഞാനിപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ടേ ഇല്ല, കണ്ടില്ലേ നിങ്ങൾ? പക്ഷേ വണ്ടി മിനിമം സ്പീഡിൽ ഞാനിങ്ങനെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിലുണ്ട്. ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. വളരെ സ്മൂത്തായിട്ട് എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരാം. നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു, കണ്ടില്ല? ആ ഒരു വലിയ ഇറങ്ങി. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക് ഒന്ന് കാല് വിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണ്. കണ്ടില്ലേ? നോക്കി നിങ്ങൾ, വളരെ സ്മൂത്തായിട്ട് ഞാനിപ്പോൾ അത് ഇറങ്ങി. പലരും അവിടെ ക്ലച്ച് ചവിട്ടി പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഇവിടുന്ന് വണ്ടി തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട്. അവിടത്തേക്ക് എടുത്ത് ഞാൻ വണ്ടി തിരിക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിർത്തി, ബ്രേക്കും ക്ലച്ചും ചവിട്ടി പിടിച്ച് ഇവിടെ നിർത്തി റിവേഴ്സ് ഗിയർ ആക്കുന്നു. റിവേഴ്സ് ഗിയർ ആക്കിയിട്ട് ബാക്കിൽ നിന്ന് വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തിരിക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ബാക്കിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, സൈഡില്ല. ഞാൻ കുറച്ച് മുമ്പോട്ടേക്ക് ആക്കി കൊടുത്തു. വണ്ടി കുറച്ച് മുമ്പോട്ടേക്ക് ആക്കി ആ വണ്ടീനെ വിട്ടു. ഞാൻ റിവേഴ്സ് ഗിയർ ആക്കുന്നു. റിവേഴ്സ് ഗിയർ ആക്കിയിട്ട് പതിയെ എടുക്കുന്നു. നോക്കുക നിങ്ങൾ, കാലിൻ്റെ മൂവ്മെൻറ്റും കൂടെ നോക്കുക. ബാക്കിൽ വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. പതിയെ ഈ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറ്റുന്നു. ഒരു റോഡിലേക്ക് പതിയെ കയറ്റി, കണ്ടില്ലേ? ഇവിടത്തേക്ക് ഇങ്ങനെ കയറ്റി നിർത്തി. ഇനി ഇത് ഇവിടുന്ന് വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കി ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ലെഫ്റ്റിലേക്ക് പോകുന്നു. ഇതാ നോക്കുക നിങ്ങൾ, കണ്ടില്ലേ? ഞാനിപ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് താഴെ വെച്ചു. ഞാനിപ്പോൾ എങ്ങനെയാണ് ഇറങ്ങിയത് അതേപോലെയാണ് കയറാനും വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ്. നേരത്തെ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നു. ഇപ്പോൾ ഞാൻ ആക്സിലറേറ്റർ കുറേശ്ശെ കൊടുത്തിട്ട് മുകളിലേക്ക് കയറുന്നു. നോക്കുക നിങ്ങൾ, ക്ലച്ച് ചവിട്ടുന്നില്ല എവിടെയും. ഇതാ പതിയെ കയറുന്നു. നോക്കിയാൽ നിങ്ങൾ, ഇതാ ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ സ്മൂത്തായിട്ട്, കണ്ടില്ലേ? ഞാനിപ്പോൾ ഇത് എങ്ങനെ കയറുന്നത് നിങ്ങൾ നോക്കി. ഇതാ പതിയെ കയറുന്നു. ഈ ഭാഗത്തുനിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കുക. പതിയെ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, കണ്ടില്ല? വണ്ടിയൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് എനിക്കിത് ഇങ്ങനെ കയറാൻ പറ്റി. നോക്കി നിങ്ങൾ, ഇതാ ഇതുപോലെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഞാൻ ഇതാ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുക. ആവശ്യമില്ലാതെ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട്? സ്പീഡ് കൂടും. അപ്പോൾ ബ്രേക്ക് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ എൻജിൻ ബ്രേക്കിംഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ക്ലച്ച് ചവിട്ടി ഞാൻ ഇത് തേർഡ് ഗിയർ ആക്കുന്നു. ഇത് തേർഡ് ഗിയർ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്ത് നോക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.